ഇന്ന് ഈ സമരം 12ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ പ്രശ്നം നടക്കുന്ന നൂരാജാൻ മുൻപിലുള്ള പ്രദേശം ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റോഡിന്റെ മുകളിൽ വിള്ളലുണ്ട്. ആ വിള്ളലെ ഇവര് കെമിക്കലെ കൊണ്ടുവന്ന് അടച്ച് ഒന്ന് ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു മതില് ശരിക്കും പൂർണ്ണമായിട്ട് വീണ്ടും തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമസ്കാരം. കൊട്ടിയം മുതൽ പറക്കുളം വരെ നിർമ്മിച്ചിരിക്കുന്ന ദേശീയപാതയിലെ വൻമതിൽ അഴിച്ചു പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ചാത്തന്നൂരിലെ ഇതുപോലെ സമാനമായ രീതിയിലുള്ള വൻമതിൽ പൊളിഞ്ഞു വീഴുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇത് ഇനിയൊരു അപകടം കൂടി ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് ഇവിടെ ഒരു വലിയ രീതിയിലുള്ള നിരാഹാര സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശവാസികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. കാരണം നമ്മൾ ചാത്തന്നൂര് സമാനമായ രീതിയിൽ ഈ ഒരു ഫ്ലൈ ഓവർ പൊളിഞ്ഞെടുക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഒരുപാട് പേർക്ക് തലനാരിഴയ്ക്കാണ് അപകടം സംഭവിക്കാതിരുന്നത്. ഏതായാലും ഈ പ്രദേശവാസികളൊക്കെ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ കൊട്ടിയത്ത് പറക്കുളത്ത് നടക്കുന്ന സത്യാഗ്രഹത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്ന് ഈ സമരം 12ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ സമാനമായ രീതിയിൽ തന്നെ ചാത്തന്നൂർ വലിയൊരു ദുരന്തം കണ്ടതാണ്. ഈ ഒരു ദിവസം 12ാം ദിവസം പിന്നിടുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണിയാൻ സാധിക്കുമെന്നുള്ളത്? നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അധികൃതരും MP MLA എന്നിവർ ഇന്നലെ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ഈ പ്രശ്നം നടക്കുന്ന നൂരാജാൻ മുൻപിലുള്ള പ്രദേശം ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ നേരിട്ട് വന്ന് ഇതിന്റെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുന്നതിന് ഓർഡർ ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അവർ സ്ഥലപരിശോധനയും മണ്ണിന്റെ സോയിൽ ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ തുടർന്ന് ഹൈവേയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കിട്ടിയതുകൊണ്ട് അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും അധികൃതർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം ഒരു വിജയത്തിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നു. ഈ ഒരു മതില് ശരിക്കും പൂർണ്ണമായിട്ട് വീണ്ടും തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു, അല്ലേ? അതാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ഇന്നത്തെ മെയിനായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അത് പൊളിഞ്ഞു വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ചതുപ്പ് പ്രദേശത്ത് മണ്ണും തൊളിയിട്ട് നിറച്ചാണ് ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. ഈ ഒരു അടിയന്തരമായിട്ട് ഈ ഒരു താൽക്കാലികമായിട്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചാലും നമുക്ക് ദുരന്തം ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ സമരസമിതിയുടെ ആവശ്യം. ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് അത് ഇളക്കി എലിവേറ്റഡ് ഫ്ലൈ ഓവർ നിർമ്മിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ സമരമുള്ളൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും സമരം ചെയ്യാൻ ഈ സമരസമിതി തയ്യാറാണ്. അതിന്റെ തുടർച്ചയാണ് ഈ 12ാം ദിവസവും വമ്പിച്ച ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന റിലേ സമരം. തുടർന്നുള്ള സമരപരിപാടികൾ 13ാം തീയതി മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് ഞങ്ങളുടെ സമരസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഒരു ജനകീയ സമിതി തന്നെ രൂപീകരിച്ചിരിക്കുന്നു. ഇന്ന് 12ാം ദിവസം പിന്നിടുമ്പോഴും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നുവെങ്കിലും പാരിസ്ഥിതികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പാരിസ്ഥിതിയുടെ ഒരു പാരിസ്ഥിതികമായ വിഷയങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു വൻമതിൽ ഏത് നിമിഷവും തകർന്നു വീഴുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം നമ്മൾ ചാത്തന്നൂരിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ദുരന്തം നമ്മൾ കണ്ടതാണ്. ഈ ഒരു തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചാൽ അത് എത്രത്തോളം ഫലപ്രദമാവും എന്നുള്ളത് അറിയില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ ഈ കൊട്ടിയം പറക്കുളത്ത് നടക്കുന്നത്. സമരം 12ാം ദിവസം പിന്നിടുകയാണ്. ഇനി വലിയ രീതിയിലുള്ള, അതായത് മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കാണ് ഈ ജനകീയ സമരസമിതി മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള വീട്ടമ്മമാരാണ് ഈ ഒരു സമരത്തിന് ഇരിക്കുന്നത്. ചേച്ചി, ഇപ്പൊ ഈ സമരം 12ാം ദിവസം കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ ഈ ഒരു സമരത്തിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാ തോന്നുന്നത്. അതായത് ടൊയോട്ടയുടെ ഫ്രണ്ടിലൊരു ഹോട്ടലുണ്ട്. അപ്പൊ അത് കളക്ടർ എല്ലാവരും കാണിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് പണി നിർത്തി വെച്ചേക്കുക. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പറക്കുളത്താണ്. പറക്കുളത്തെ ഈ ഒരു വലിയ മതിൽ നിർമ്മിച്ചിരിക്കുന്നതിന്റെ അശാസ്ത്രീയതയാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ചേട്ടാ, ഇതിനകത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നോക്ക്, ഇങ്ങോട്ടൊരു തള്ളൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മുമ്പ് എങ്ങനെയായിരുന്നു? ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു?
ഇത് നേരത്തെ ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. ഇതിന്റെ അടിയിൽ കൂടെ തോട് പോയിട്ടുണ്ട്. അപ്പുറത്തെ വയലിൽ നിന്നും വെള്ളം പുറത്തോട്ട് പോകുന്നതിന് വേണ്ടി ഈ തോട് നിർമ്മിച്ചത് തന്നെ, ഓട ചെയ്തത് തന്നെ ഇതിന് വളരെ അശാസ്ത്രീയമായ രീതിയിലായിരുന്നു. ഇതിന് പല സമരങ്ങൾ ചെയ്ത് ഹൈവേ അതോറിറ്റി ആളിനെ വരുത്തി അവർ വിളിക്കുമ്പോഴെല്ലാം പറയുന്ന നമ്മുടെ സെക്ഷനല്ല, വേറെ സെക്ഷനാണ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ടുകൊണ്ട്, ജവാഹർ റഹ്മാൻ ഇടപെട്ടുകൊണ്ട് ആളിനെ വരുത്തി നമ്മൾ സമരം ചെയ്താണ് ലാസ്റ്റ് ഓടയുടെ 3 ട്രിപ്പാണ് ഓട ഇളക്കി പണിതത്. ഈ നാട്ടുകാരും എല്ലാവരും കൂടെ സംയുക്തമായി നിന്ന് ചെയ്യിച്ചതാണ്. അതിനുശേഷം ഇതിന്റെ വർക്ക് നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇതിവിടെ ചതുപ്പ് പ്രദേശമാണ്, വിള്ളലിൽ തന്നെ ഫ്ലൈഓവർ വരേണ്ടതാണ്. ഇതൊന്നും വകവയ്ക്കാതെ അംഗീകരിക്കാതെയാണ് ഈ ആറി വാളിൽ ഈ മണ്ണിട്ട് നികത്തി. മണ്ണെന്ന് പറഞ്ഞാൽ ചെളിയും മറ്റ് വളരെ മോശമായ മണ്ണുകളിട്ടാണ് നികത്തിയത്. ഇന്ന് ഇത് മൊത്തം ഈ തടിക്കഷ്ണത്തിൽ കൊണ്ടിരിക്കുന്ന ആപ്പുകൾ വെച്ചാണ് ഇപ്പം ഇന്നലെ രാവിലെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് പുറത്തോട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് തന്നെ എല്ലാവരും സംഘടിച്ചു. ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയെന്നും വ്യത്യാസമില്ല, എല്ലാവരും ഒന്നടങ്കം സംഘടിച്ച് ഈ നാട്ടിലെ വനിതകളെല്ലാം രംഗത്ത് വന്ന് MP വരുത്തി. MP ബഹുമാനപ്പെട്ട MP പ്രേമചന്ദ്രനും ചാത്തന്നൂർ MLA ജയലാല്, ഇരേപുരത്തിന്റെ MLA നൗഷാദ്, CPMന്റെ ഏരിയ സെക്രട്ടറി പദ്ധതി എല്ലാവരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ജനങ്ങളോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഡെപ്യൂട്ടി കളക്ടറെ വരുത്തുകയും, ഡെപ്യൂട്ടി കളക്ടർ ഇന്നലെ ഒരു വാക്കാൽ ഉറപ്പ് തന്നിരിക്കുകയാണ്, ഉമയനല്ലൂർ മുതൽ മൈലക്കാട് വരെയുള്ള വർക്കുകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഇതിന്റെ വിദഗ്ധമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇതിന്റെ വർക്കുകൾ ചെയ്യൂ എന്നുള്ളൊരു ഉറപ്പാണ്. എന്നിട്ട് ഇന്ന് രാവിലെ ഉമയനല്ലൂർ വർക്ക് തുടങ്ങി. ഉമയനല്ലൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വർക്ക് തടയുകയും അവര് ഡെപ്യൂട്ടി കളക്ടർ നേരിട്ട് വാക്കാൽ ഉറപ്പ് തന്നിരിക്കുകയാണ്, അപ്പോൾ ഉടൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ശരിക്കും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പേടിയാവുന്നു, ഏത് നിമിഷവും ഇത് എപ്പോഴാണ് വന്ന് തലയിൽ കൂടെ വീഴുന്നതെന്ന് അറിയാൻ. അത്രത്തോളം നല്ല ടെൻഷൻ ഉണ്ട്. ആ ടെൻഷന്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓരോ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു, ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. എന്നിട്ട് പോലും ഇത്രയും എന്താ പറയാ, നമുക്ക് ഒരു സ്ഥലം, ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അടിയിൽ കൂടെ ഒരു ഓടയുണ്ട്, ആ ഓടയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. മഴ പെയ്യുമ്പോൾ മണ്ണും ചെളിയുമായിട്ടാണ് ഇതിന്റെ ഇടയിൽ കൂടെ വരുന്നത്. ആ വരുന്ന ഒരു സാഹചര്യത്തിൽ ഏത് നിമിഷവും ഇത് തകരാൻ സാധ്യത കൂടുതലാണ്. അതായത് ഏതായാലും വരാനിരിക്കുന്ന മഴക്കാലം വരെ ആരും ഏതായാലും നോക്കി നിൽക്കണ്ട എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. ഏത് നിമിഷവും വീഴാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാഴ്ചത്തേക്ക് പണി നിർത്തിവെക്കണം എന്ന് തന്നെ പറഞ്ഞത്. ഈ റോഡിന്റെ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ചൂണ്ടിക്കാണിച്ചാണ് റോഡിന്റെ മുകളിൽ വിള്ളലുണ്ട്. ആ വിള്ളല് ഇവര് കെമിക്കലെ കൊണ്ടുവന്ന് അടച്ച് ഒന്ന് ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഇവരോടൊക്കെ തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പണിയൊന്ന് താൽക്കാലികമായി നിർത്തിക്കൊണ്ട് രാത്രിയിലാണ് ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നത്. ഇന്നലെ ഇത് വ്യക്തമായി ബോധ്യപ്പെടുത്തിയതിന്റെ പേരിൽ അതല്ലെങ്കിൽ JCB എന്തെങ്കിലും കൊണ്ടുവന്ന് തള്ളി അകത്തോട്ട് നിർത്തിക്കൊണ്ട് ഇതിന്റെ ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ചു ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഉമയനല്ലൂർ തന്നെ അണ്ടർപാസ് ചെയ്തിരിക്കുന്നു. അവിടെ പ്രശസ്തമായ ഒരു ക്ഷേത്രം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, നല്ല ആചാരങ്ങൾ നടക്കുന്നു. ആ ക്ഷേത്രത്തിലോട്ട് തന്നെ ഒരു വണ്ടി കയറുന്നതിനോ വളരെ മോശമായ അവസ്ഥയാണ്. അത് കണക്കിന് 120ഓളം വ്യവസായ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉമയനല്ലൂർ ചെയ്യുന്നത്. അതിൽ നിന്ന് സ്ഥാപനങ്ങൾ ഇപ്പോൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വ്യവസായത്തിന് വരുന്ന ഹെവി വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തിരിയുന്നതിന് മുമ്പ് ആ ഉമയനല്ലൂർ പോയി കണ്ടാൽ അറിയാം, ആറിവാൾ ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വലിയ ഹെവി വണ്ടി വന്നാൽ അതിന്റെ ബാക്ക് വശം ആറിവാളിൽ ഇടിച്ച് അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ അവസ്ഥയിലാണ്. കുട്ടിയുടെ നഗര ഹൃദയത്തിൽ നമ്മൾ വികസനം എന്നൊക്കെ പറയുമ്പോഴും ആ വികസനം വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്ക് പോകരുതേ എന്നുള്ളൊരു ആഗ്രഹം കൂടിയാണ് നമ്മൾ ഉന്നയിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് വികസനം, പക്ഷേ ഇത്തരത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദുരന്തങ്ങൾ നമ്മളെ തേടിയിരിക്കുന്ന രീതിയിലാകരുത് വികസനം എന്നുകൂടി ആഗ്രഹിക്കുന്നു. എന്റെ കൂടെയുള്ളത് ഈ പ്രദേശവാസിയായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഈ ഒരു ഷോപ്പിലെ ജീവനക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണല്ലേ ഈ ഒരു. അപ്പൊ ഇത് ആദ്യം നോട്ടീസ് ചെയ്ത നിങ്ങളാണ്. എങ്ങനെയായിരുന്നു ഇത് മനസ്സിലാക്കി? മൈലക്കാട് അപകടം നടന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് പതിവില്ലാതെ ഒരു തെള്ളൽ പോലെ ഒരു രൂപം കണ്ടത്. അപ്പോഴത്തേക്കാണ് ഇത് കണക്ക് ആൾക്കാരെ വിളിച്ച് അറിയിക്കാൻ പറ്റിയത്. മാത്രമല്ല ഇവിടെ ഈ ഒരു പ്രദേശത്തില് KCBയുടെ ലൈൻ പോയിരിക്കുന്നതും. അതെ, KCBയുടെ ലൈൻ ആദ്യം ഒരു വട്ടം പൊട്ടിയതാണ്. ഇപ്പൊ രണ്ടാമത് അവരൊന്ന് മെയിൻറ്റെയിൻ ചെയ്തത്. മഴ സമയത്താണ് ഇത് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ അപകടം കൂടുതൽ രൂക്ഷമായി. മഴ പെയ്യുമ്പോൾ ഓൾറെഡി ഈ റോഡിന്റെ നടുക്ക് വരെയും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാവുന്നു. ഈ ഓടയൊന്നും പ്രോപ്പറായിട്ടല്ല ചെയ്തേക്കുന്നത്. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിൽവലിച്ചൻ.